ഇതൊരു അണ്ടർ റേറ്റഡ് ആയി പോയ ബൈക്കാണെന്ന്. ഇത് അണ്ടർ റേറ്റഡ് ആയി പോകാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ 398 കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓൾമോസ്റ്റ് ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ ഇന്ത്യൻ കമ്പനി ആയിട്ടുള്ള TVSൻ്റെ ഒരു മാരക ഐറ്റമാണ്. മാരക ഐറ്റം എന്ന് മാത്രമല്ല, വളരെ അണ്ടർ റേറ്റഡ് ആയി പോയിട്ടുള്ളൊരു ബൈക്കാണ്. ഇറ്റ്സ് നൺ അതർ ദാൻ നമ്മളുടെ ഓൾ ന്യൂ TVS അപ്പാച്ചെ RTR 310. കുറച്ച് ഓഫ് റോഡൊക്കെ ഓടിച്ചിട്ടാണ് ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ടയറിലൊക്കെ നല്ല രീതിയിൽ ചെളിയും മറ്റും കാണാം. സോ നമുക്ക് ബൈക്കിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഏത് ആംഗിളിൽ നോക്കിയാലും നല്ലൊരു ലുക്കുള്ളൊരു ബൈക്കാണ്. നല്ലൊരു ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് ഭാഗം നമുക്കൊരു സ്ട്രീറ്റ് ഫൈറ്റർ, ഡുക്കാട്ടിയുടെ സ്ട്രീറ്റ് ഫൈറ്റർ ആണെന്ന് തോന്നുമെങ്കിലും ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ MV ഓഗസ്റ്റ് ആയതുകൊണ്ട് അതൊരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു അണ്ടർ റേറ്റഡ് ആയി പോയ ബൈക്കാണെന്ന്. ഇത് അണ്ടർ റേറ്റഡ് ആയി പോകാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്മുടെ സാധാരണ ബൈക്കുകൾക്കുള്ള പോലെ തന്നെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഈ ബൈക്കിനുമുണ്ട്. ഈ ബൈക്കിൻ്റെ പോസിറ്റീവ്സിനേക്കാളും കൂടുതൽ ഇതിൻ്റെ നെഗറ്റീവ്സാണ് ഹൈപ്പായി കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് ഈ ബൈക്ക് അണ്ടർ റേറ്റഡ് ആവാനും കാരണം. റോഡുകളിലൊക്കെ ഒന്നും ഈ ബൈക്ക് കാണാനേ കിട്ടാറില്ല, വളരെ റെയറാണ്. എന്ന് പറഞ്ഞാൽ ഈ ബൈക്ക് കാണുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ചിലപ്പോൾ ചില സൂപ്പർ ബൈക്കുകൾ കാണാം. അത്രയും റെയറാണ് ഈ ബൈക്ക്. നേരെ മറിച്ച് ഇതിൻ്റെ RR 310 നല്ല രീതിയിൽ വിറ്റ് പോകുന്നുണ്ട്. ഇതിൻ്റെ സെയിൽസ് ഫിഗേഴ്സ് വളരെ കുറവാണ് എന്ന് വേണം പറയാനായിട്ട്. മാത്രമല്ല, ഒരു 80% ഷോറൂമുകളിൽ ഇത് ഡിസ്പ്ലേ പീസ് ആയിട്ടില്ല. വളരെ റെയറായിട്ട് ഷോറൂമുകളിൽ ഇത് ഡിസ്പ്ലേ പീസ് ആയിട്ടുള്ളൂ. ഷോറൂമുകളിലെല്ലാം ബുക്കിംഗ് എടുക്കും, ഓർഡർ അനുസരിച്ച് അവർ ഡെലിവറി ചെയ്യുകയാണ് ചെയ്യുക. സോ ഇത് ഏറ്റവും പുതിയ അപ്പാച്ചെ RTR 310 ആണ്. എന്തൊക്കെ മാറ്റങ്ങളാണ്, എന്താണ് ഈ ബൈക്കിൻ്റെ സ്പെസിഫിക്കേഷൻസ്, എങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഈ ബൈക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഒരുപാട് ഫീച്ചേഴ്സ് കുത്തിനിറച്ചുകൊണ്ടാണ് TVS ഈ ബൈക്ക് ഇറക്കിയിട്ടുള്ളത്. സോ ഒരുപാട് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് പറയും കുറേ അനാവശ്യ ഫീച്ചേഴ്സ് ആഡ് ആക്കിക്കൊണ്ട് എന്തിനാണ് ബൈക്ക് ഇറക്കുന്നത് എന്നെല്ലാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അനാവശ്യ ഫീച്ചേഴ്സായിട്ട് ഇതിലൊന്നും തന്നെയില്ല. എല്ലാം വാട്ട് എവർ ഇറ്റ്സ് ദർ ഇറ്റ്സ് വർത്ത്, അല്ലെങ്കിൽ എന്തൊക്കെ ഇതിലുണ്ടോ അതെല്ലാം നല്ലതിനാണെന്ന് വേണം പറയാനായിട്ട്. കാരണം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ടോപ്പ് ആൻഡ് വേരിയൻ്റാണ്. 3 വേരിയൻറ്റിലാണ് ഈ ബൈക്ക് ഇറങ്ങുന്നത്. 1 ബേസ് മോഡൽ, 2 ടോപ്പ് മോഡൽ, 3 BTO വേരിയൻറ്റ്. സോ BTO വേരിയൻറ്റിൽ തന്നെ ഡൈനാമിക് കിറ്റും വരുന്നുണ്ട്, ഡൈനാമിക് പ്രോ കിറ്റും വരുന്നുണ്ട്. ഡൈനാമിക് പ്രോ കിറ്റ് ഇൻസ്റ്റാൾ ആയിട്ടുള്ള ഒരു വണ്ടിയിലെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് GTT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഗ്ലൈഡ് ത്രൂ ടെക്നോളജി. അതായത് നമ്മൾ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കുള്ള സമയങ്ങളിൽ നമ്മൾ ക്ലച്ച് മാത്രം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് വണ്ടി ഓടിച്ചാൽ മതി. ത്രോട്ടിൽ ഓട്ടോമാറ്റിക് വണ്ടി തന്നെ അഡ്ജസ്റ്റ് ആക്കി തന്നോളും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡ്രാഗ് ടോർക്ക് കൺട്രോൾ. അതായത് നമ്മൾ അത്യാവശ്യം സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അഗ്രസീവായി ഡൗൺ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുമ്പോൾ റിയർ വീൽ ലോക്കാവാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ സ്ലിപ്പർ ക്ലച്ച് വന്നിട്ടുണ്ട്, എന്നിരുന്നാലും ദർ ഇസ് എ ചാൻസ് ഓഫ് സ്കിഡിങ്. അങ്ങനെയുള്ള സമയങ്ങളിൽ വീല് ലോക്കാവാതെ സ്കിഡ് ആവാതിരിക്കാനുള്ള ഒരു സംഭവമാണ് ഡ്രാഗ് ടോർക്ക് കൺട്രോൾ. അതായത് നമ്മളുടെ സ്ലിപ്പർ ക്ലച്ചിനെ അസിസ്റ്റ് ചെയ്തുകൊണ്ട് എഞ്ചിൽ നിന്നുള്ള ഇൻപുട്ട് എടുത്തുകൊണ്ട് വണ്ടി തന്നെ കൺട്രോൾ ചെയ്യുന്നതാണ് ഈ ഡ്രാഗ് ടോർക്ക് കൺട്രോൾ എന്ന് പറയുന്നത്. പിന്നത്തെ ഒരു ഫീച്ചറാണ് ഇതിൻ്റെ ക്യുക്ക് ഷിഫ്റ്റർ. ബൈ ഡയറക്ഷണൽ ക്യുക്ക് ഷിഫ്റ്ററാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ സെഗ്മെൻറ്റ് എന്ന് വേണം പറയാൻ. വൺ ഓഫ് ദ ബെസ്റ്റ്, അതായത് നമ്മുടെ ഒരു സൂപ്പർ ബൈക്ക് സ്റ്റാൻഡേർഡ്സിലെല്ലാം വെച്ചിട്ടുള്ളൊരു ക്യുക്ക് ഷിഫ്റ്ററാണിത്. KTM 390 അല്ലെങ്കിൽ ആ സെഗ്മെൻറ്റിലുള്ള ഏതൊരു ബൈക്കിൻ്റെ ക്യുക്ക് ഷിഫ്റ്ററിനേക്കാളും ബെറ്ററാണ് ഈ ക്യുക്ക് ഷിഫ്റ്റർ. പിന്നെ ക്രൂസ് കൺട്രോൾ ഉണ്ട്, ഡ്യുവൽ ചാനൽ ABS ഉണ്ട്, കോർണറിങ് ABS ഉണ്ട്, ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, ലോഞ്ച് കൺട്രോൾ ഉണ്ട്, കോർണറിങ് ക്രൂസ് കൺട്രോൾ ഉണ്ട്, അതുപോലെ തന്നെ കോർണറിങ് ഡ്രാഗ് ടോർക്ക് കൺട്രോൾ ഉണ്ട്, അതുപോലെ തന്നെ കോർണറിങ് ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. സോ ഇതെല്ലാം എപ്പോഴാണ് ആവശ്യമായി വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒട്ടുമിക്ക സമയങ്ങളിലും ഒരു 90% ടൈമിൽ നമുക്കിതൊന്നും ആവശ്യമായിട്ട് വരില്ല. പക്ഷേ ആവശ്യമായിട്ട് വരുന്ന സമയത്ത്, അതായത് മെയിനായിട്ട് റൈഡർ മിസ്റ്റേക്സ് ഈ വണ്ടി അവോയ്ഡ് ചെയ്യും. സോ അങ്ങനെയുള്ള റൈഡർ മിസ്റ്റേക്സ് ഒരു പരിധിവരെ അവോയ്ഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫീച്ചേഴ്സ് എല്ലാം ഇതിൽ വെച്ചിട്ടുള്ളത്. ഇത് ആക്ച്വലി ട്രാക്കിലേക്കും അതുപോലെ തന്നെ റോഡ് ഫോക്കസ്ഡും ആയിട്ട് ഇറക്കിയിട്ടുള്ള ഒരു വണ്ടിയാണ്. അതുകൊണ്ടാണ് ഇത്രയും ഫീച്ചേഴ്സ് തന്നെ TVS ഇതിൽ കൊടുത്തിട്ടുള്ളത്. സോ ഇതിൽ 6 ആക്സിസ് IMU ഇല്ല. ഇപ്പം 3 മോഡൽ ഞാൻ പറഞ്ഞല്ലോ, ബേസ് വേരിയൻറ്റ്, അതുപോലെ തന്നെ ടോപ്പ് വേരിയൻറ്റ്, അതുപോലെ തന്നെ BTO വേരിയൻറ്റ്, ഡൈനാമിക് കിറ്റ്, ഡൈനാമിക് പ്രോ കിറ്റും വരുന്നത്. സോ ഡൈനാമിക് കിറ്റിൽ വരുന്നത് നമുക്ക് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ വരും, ഫ്രണ്ട് ആൻഡ് ബാക്ക്. പിന്നെ ബ്രാസ് ചെയിൻ വരും, അതുപോലെ തന്നെ TPMS വരും, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം.
ഇനി ഡൈനാമിക് പ്രോ കിറ്റിൽ വരുന്ന സമയത്ത് നമുക്ക് കളർ ഓപ്ഷൻസ് എക്സ്ട്രാ വരും. മാത്രമല്ല 6 ആക്സിസ് IMU വരും അതിൽ. സോ 6 ആക്സിസ് IMUവിൽ 3 ആക്സിസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ IMU എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനേർഷ്യൽ മെഷർമെൻറ്റ് യൂണിറ്റ്, അതാണ് IMU. സോ അതിൽ 6 ആക്സിസ് എന്ന് പറഞ്ഞല്ലോ, 6 ആക്സിസ് എന്ന് പറയുന്നത് 3 സെൻസേഴ്സ് ഡയറക്ഷണൽ മൂവ്മെൻറ്റ്, അതായത് XYZ ആക്സിസിൽ പോകുന്ന മൂവ്മെൻറ്റ് മെഷർ ചെയ്യാനും 3 സെൻസേഴ്സ് റൊട്ടേഷനിലുമാണ് യൂസ് ചെയ്യുന്നത്. സോ അതായത് ഒരു 3 ഡയമെൻഷണൽ സ്പേസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ഏത് ആംഗിളിലാണ്, എങ്ങോട്ടാണ്, ഏത് ആംഗിളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ഡ്രാഗ് ടോർക്ക് ആണെങ്കിലും ക്രൂസ് കൺട്രോൾ ആണെങ്കിലും, അതായത് കോർണറിങ് ക്രൂസ് കൺട്രോളുള്ള സമയത്ത് നമ്മൾ കോർണർ എടുക്കുന്ന സമയത്ത് സ്പീഡ് കുറയും ഓട്ടോമാറ്റിക്കലി. നമ്മൾ വൺസ് സ്ട്രൈറ്റ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്പീഡ് കൂടും. സോ അതൊക്കെയാണ് 6 ആക്സിസ് IMUൻ്റെ ഗുണങ്ങൾ. ഇനി നമുക്ക് ബൈക്കിൻ്റെ എൻജിനിലേക്ക് കിടക്കാം. എൻജിനിലേക്ക് കിടക്കുന്ന സമയത്ത് ഇതൊരു 312cc ലിക്വിഡ് കൂൾഡ് സിംഗിൾ സിലിണ്ടർ DOHC എൻജിനാണ്. അതും റിവേഴ്സ് ഇൻക്ലൈൻഡ് ആണ്. സോ DOHC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്യുവൽ ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റ് എന്നാണ്. അതായത് 2 ക്യാം ഷാഫ്റ്റ് ഉണ്ടാവും, 2 സെപ്പറേറ്റ് വാൽവുകൾക്ക് വേണ്ടിയിട്ട്. അതാണ് DOHC. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു റിവേഴ്സ് ഇൻക്ലൈൻഡ് എൻജിനാണെന്ന്. അതുതന്നെയാണ് ഇതിൻ്റെ വൈബ്രേഷൻ വരുന്നുണ്ട് എന്നെല്ലാവരും പറയുന്നതിൻ്റെ പ്രധാന കാരണവും. അത് ഞാൻ എന്തുകൊണ്ടാണ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ഇതൊരു 35 bhp പ്രൊഡ്യൂസ് ചെയ്യുന്ന എഞ്ചിനാണ്. 28 Nm ടോർക്കും ഉണ്ട്. വളരെ അഗ്രസീവായിട്ട്, അതായത് നല്ല ത്രോട്ടൽ റെസ്പോൺസാണ്, റൈഡ് ബൈ വയറാണ്, നല്ല ത്രോട്ടൽ റെസ്പോൺസാണ്, നല്ല അഗ്രസീവായിട്ട് ഓടിക്കാൻ പറ്റുന്ന എഞ്ചിനാണ്. സോ ഞാൻ പേഴ്സണലി നല്ല അഗ്രസീവായിട്ട് ബൈക്ക് ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ വണ്ടി ഓടിക്കാൻ, സിറ്റിയിലാണെങ്കിലും ശരി ട്രാക്കിലാണെങ്കിലും ശരി. ഇതിൽ ഫ്രണ്ടിലൊരു USD ഫോർക്സാണ് വന്നിട്ടുള്ളത്, ബാക്കിലൊരു മോണോ ഷോക്കും. ഈ USD ഫോർക്കിൽ തന്നെ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നിങ്ങൾക്ക് ഇവിടെ LSC എന്ന് കഴിഞ്ഞിട്ട്, ഈശ്വര, ഈ LSC എന്ന് പറയുന്നത് ലീനിയർ സ്റ്റെബിലിറ്റി കൺട്രോളാണ്. സോ ഇതിൽ ഫ്രണ്ട് ആൻഡ് ബാക്ക് 17 ഇഞ്ച് അലോയ്സാണ് വരുന്നത്. പിന്നെ ടയേഴ്സ് വരുന്നത് നമ്മളുടെ മിച്ചലിൻ റോഡ് 5 ടയേഴ്സാണ്. വളരെ നല്ല ടയേഴ്സാണ്, ട്രാക്കിലേക്കാണെങ്കിലും അതുപോലെ തന്നെ റോഡിലേക്കാണെങ്കിലും. ഞാൻ പറഞ്ഞല്ലോ ഈ ബൈക്കിൻ്റെ പർപ്പസ് അതുപോലെ തന്നെയാണ്, ട്രാക്കിലും റോഡിലും നല്ല രീതിയിൽ അഗ്രഷനുള്ളൊരു ബൈക്കാണ്. സോ അതുകൊണ്ട് തന്നെയാണ് അവർ ആ ടയേഴ്സ് കൊടുത്തിട്ടുള്ളതും സ്റ്റോക്കായിട്ട്. TVS നിന്ന് വരുമ്പോൾ തന്നെ സ്റ്റോക്കായിട്ട് വരുന്ന ടയേഴ്സാണ് ഈ മിച്ചലിൻ റോഡ് 5. അത്യാവശ്യം വെറ്റ് ഗ്രിപ്പും അതിനേക്കാൾ നന്നായി ഡ്രൈ ഗ്രിപ്പും ഉള്ള ടയേഴ്സ് തന്നെയാണ്. പിന്നെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ ഒരു ക്ലച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് പുതിയ വെർഷനിൽ അവർ കൊടുത്തിട്ടുള്ള ഒരു ക്ലച്ചാണ്. സോ നല്ല ഭംഗിയാണ് അത് കിടന്ന് കറങ്ങുന്നത് കാണാൻ. ഞാൻ കാണിച്ചു തരാം അത് കിടന്ന് കറങ്ങുന്നത്. അതുപോലെ തന്നെ പഴയ വെർഷനിലുള്ള ബൈക്കുകളിലാണെങ്കിലും നമുക്ക് ഈ ഒരു പാർട്ട് വാങ്ങി അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു വെർഷനിലേക്ക്. അതുപോലെ തന്നെ ഫ്രണ്ട് ഡിസ്ക് വരുന്നത് 300 mm-ൻ്റെയാണ്. ബാക്ക് ഡിസ്ക് ആണെങ്കിൽ 240 mm-ൻ്റെ. ബൈബ്രയുടെ ബ്രേക്കിംഗ് സിസ്റ്റമാണ് വരുന്നത്. ബൈബ്രെ എന്ന് പറഞ്ഞാൽ ബ്രംബോ തന്നെ, ബൈ ബ്രംബോ. പിന്നെ ബാക്കിലെ ചെയിൻ സ്പ്രോക്കറ്റിലേക്ക് വരുന്ന സമയത്ത് 4 ടീ കുറച്ചിട്ടുണ്ട് പ്രീവിയസ് ജനറേഷനേക്കാളും. കാരണം പ്രീവിയസ് ജനറേഷൻ ബൈക്ക് എന്ന് പറയുന്നത് നല്ല രീതിയിൽ അഗ്രസീവായിട്ട്, അതായത് ആളുകളെ പേടിപ്പെടുത്തുന്ന രീതിയിൽ, ഒട്ടും ബിഗിനർ ഫ്രണ്ട്ലി അല്ലാത്ത രീതിയിൽ ചാടി പോകുന്നൊരു ബൈക്കായിരുന്നു. സോ അത് കുറയ്ക്കാൻ വേണ്ടി പവർ ഡിസ്ട്രിബ്യൂഷൻ ഒന്നുകൂടെ ലീനിയർ ആക്കാൻ വേണ്ടിയിട്ട് 4 ടീത്ത് കുറച്ചിട്ടുണ്ട്. മാത്രമല്ല ചെയിനിലാണെങ്കിൽ ഒരു 2 ലിങ്ക് കൂടുതലും ആഡ് ആയിട്ടുണ്ട്, അതായത് പുതിയ സ്പ്രോക്കറ്റായിട്ട് ഒപ്റ്റിമൈസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹെഡ്ലൈറ്റാണ്. ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ളൊരു ഹെഡ്ലൈറ്റാണ് എന്ന് വേണം പറയാനായിട്ട്. നല്ല വിസിബിലിറ്റി തരുന്ന ഹെഡ്ലൈറ്റാണ്. അതായത് കാറുകൾക്കിടയിൽ ഒരു ക്രെട്ട എന്ന് വേണമെങ്കിൽ പറയാം, ബൈക്കുകൾക്കിടയിൽ RTRനെ. കാരണം ഈ ക്രെട്ടക്കാർക്ക് ഉണ്ടല്ലോ ഈ ബാക്കിൽ വന്ന് അവരുടെ ലൈറ്റിൻ്റെ പവർ കാണിച്ചു തരുന്നൊരു ശീലം, അങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുള്ള ടൈപ്പ് ഒരു ഹെഡ്ലൈറ്റാണിത്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് പഴയ വെർഷനിൽ ഇൻഡിക്കേറ്റേഴ്സ് നമ്മളുടെ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ആ ഒരു ഷേപ്പിലായിരുന്നു വന്നിരുന്നത്. എന്നാൽ ഇതിൽ സ്ട്രൈറ്റ് ഇൻഡിക്കേറ്റേഴ്സാണ്, മാത്രമല്ല സീക്വൻഷ്യലാണ്. പിന്നെ ഒരു നക്കിൾ ഗാർഡ് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ തരുന്നൊരു നക്കിൾ ഗാർഡാണ്. ഞാൻ ഓൾറെഡി ടെസ്റ്റ് ചെയ്തതാണ്, അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ 2ാമത്തെ സെറ്റാണ്. ഇത് അലുമിനിയം ഫിനിഷാണ് വരുന്നത്. ഇത് പ്ലാസ്റ്റിക്കാണ്, പക്ഷേ പ്ലാസ്റ്റിക് ആണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ് കേട്ടോ. ഇത് ഒറ്റ നോട്ടത്തിൽ അല്ലെങ്കിൽ ഒന്ന് തൊട്ട് നോക്കുമ്പോഴോ പ്ലാസ്റ്റിക് ആണെന്ന് തോന്നില്ല ഈ പാട്ട്, പക്ഷേ ഇത് പ്ലാസ്റ്റിക്കാണ്. നല്ല കട്ടിയുള്ള നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ്. നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് അഡ്ജസ്റ്റബിൾ ലിവേഴ്സാണ് വന്നിട്ടുള്ളത് 2 സൈഡിലും.
പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഹാൻഡിൽ ബാറിൻ്റെ എൻഡിൽ ബാർ എൻഡുകളിൽ നല്ല രീതിയിൽ വെയിറ്റ് അവർ കൂട്ടിയിട്ടുണ്ട്. നമ്മളെ വൈബ്രേഷൻ കുറയ്ക്കാനുള്ള ഒപ്റ്റിമൈസേഷൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് വൈബ്രേഷൻ കുറഞ്ഞെന്ന് ചോദിച്ചാൽ പ്രീവിയസ് ജനറേഷനേക്കാളും കുറച്ച് വൈബ്രേഷൻ കുറവാണ് ഇതിൽ. ഇനി വൈബ്രേഷൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമ്മുടെ സീറ്റ് പ്രീവിയസ് ജനറേഷനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ കംഫർട്ടബിളാണ്. പ്രീവിയസ് ജനറേഷനിൽ ഹീറ്റഡ് ആൻഡ് കൂളിംഗ് സീറ്റാണ് വരുന്നത്. അത് അവരൊരു പ്ലേറ്റ് ഉള്ളിൽ വെച്ചിട്ട് അതിന് മുകളിലായിരുന്നു ഫോമിങ് എല്ലാതും. ആ പ്ലേറ്റാണ് തണുക്കുന്നതും ചൂടാവുന്നതും എല്ലാം. സോ അതെടുത്ത് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിളാണ് ഇപ്പോൾ ഇരിക്കാൻ. പഴയ ജനറേഷനിൽ ആ പ്ലേറ്റ് ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ ഹാർഡായിരുന്നു. അതായത് കുറച്ച് ദൂരം നമ്മൾ പോയി കഴിയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ബാക്ക് സൈഡ് വേദന എടുക്കാൻ തുടങ്ങും. എന്നാൽ ഇത്തവണ അവരതെല്ലാം കംപ്ലീറ്റ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ടൂറിങ്ങിനും നല്ല രീതിയിൽ കംഫർട്ട് തരുന്നൊരു സീറ്റ് തന്നെയാണിത് പ്രീവിയസ് ജനറേഷനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ കുറച്ച് ഫോം ആഡ് ആക്കാം, അല്ലെങ്കിൽ സീറ്റ് കസ്റ്റമൈസ് ചെയ്യാം, ഒന്നും കൂടെ നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച്. പിന്നെ പില്യൺ ഫ്രണ്ട്ലി ഒട്ടുമല്ലാത്തൊരു ബൈക്കാണിത്. കാരണം പില്യണ് ഓക്കെ സിറ്റി റൈഡ്സിനെല്ലാം ഒരു പരിധിവരെ ഓക്കെയാണ്, അത്ര അഗ്രസീവായിട്ട് നിങ്ങൾ ഓടിക്കുന്നില്ല എങ്കിൽ. അല്ലെങ്കിൽ പില്യൺ ഫ്രണ്ട്ലി തീരെ അല്ലാത്തൊരു ബൈക്കാണിത്. ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു ക്രൂസ് കൺട്രോളിൻ്റെ ബട്ടൺ കാണാം, അതുപോലെ തന്നെ ഹൈ കാണാം, ഹസാർഡ് സ്വിച്ച് കാണാം. പിന്നെ ഇതൊക്കെ നാവിഗേഷൻ ബട്ടണാണ്, അതായത് സ്ക്രീൻ നാവിഗേഷനുള്ള ബട്ടണാണ്. ഇൻഡിക്കേറ്റർ സ്വിച്ച്, അതുപോലെ തന്നെ ഹോൺ, ഇപ്പുറത്തെ സൈഡിലൊരു കിൽ സ്വിച്ച്. ഇത്രയേ ഉള്ളൂ. ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആണെങ്കിൽ കീലെസ് ആണ്. സോ അതിന് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് നമുക്ക് ഹാൻഡിൽ ലോക്ക് ആക്കാനും അൺലോക്ക് ആക്കാനുമായിട്ട്. ഇനി നമുക്ക് സ്ക്രീനിലേക്ക് വരാം. 5 മോഡുകളാണ് വരുന്നത്: അർബൻ, റെയിൻ, സ്പോർട്ട്, ട്രാക്ക്, അതുപോലെ തന്നെ സൂപ്പർ മോട്ടോ. ടൂറിങ്ങിനെല്ലാം സ്പോർട്ട് മോഡാണ് നല്ലത്. പിന്നെ വളരെ ഷോർട്ടർ ഗിയർ റേഷ്യോ ആണ്, നമുക്ക് പെട്ടെന്ന് ഗിയർ മാറ്റാനായിട്ട് തോന്നും, അത്രയും ഷോർട്ടർ ഗിയർ റേഷ്യോ ആണ്. അതാണ് മോഡുകൾ വരുന്നത്. പിന്നെ നമുക്ക് ട്രിപ്പ് ഡീറ്റെയിൽസ് ഉണ്ട്, ട്രിപ്പ് A, B, അതുപോലെ തന്നെ ഡേ ട്രിപ്പ് മീറ്റർ, ഇന്നത്തെ ദിവസത്തെ എത്ര കിലോമീറ്റർ ഓടി, എത്ര ടൈം ഓടി, എത്ര ആവറേജ് സ്പീഡ്, മാക്സിമം സ്പീഡ്, അതുപോലെ തന്നെ ഫ്യൂൽ കൺസ്യൂംഡ്, ആവറേജ് മൈലേജ്, ഇതെല്ലാം കിട്ടും. പിന്നെ വെഹിക്കിൾ കൺട്രോളുകളാണ്. അതിൽ റൈഡ് കൺട്രോൾ ഉണ്ട്, ട്രാക്ഷൻ കൺട്രോൾ, ക്വിക്ക് ഷിഫ്റ്റർ, ഡ്രാഗ് ടോർക്ക് കൺട്രോൾ, ഇതെല്ലാം നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഓണാക്കിയിടാം. പിന്നെ റേസ് ട്യൂൺഡ് ഡൈനാമിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, അതാണ് RTDSC. അതിൽ വരുന്നത് ഇതാ ABS, ട്രാക്ഷൻ കൺട്രോൾ, ക്രൂസ് കൺട്രോൾ, ക്വിക്ക് ഷിഫ്റ്റർ, ഡൈനാമിക് ഹെഡ് ലാമ്പ് കൺട്രോൾ, റിയർ വീൽ ലിഫ്റ്റ് പ്രൊട്ടക്ഷൻ. അത്രയാണ് ഈ ടോപ്പ് മോഡൽ വരുന്നത്. പിന്നെ ലാമ്പ് കൺട്രോൾ, ഡൈനാമിക് ഹെഡ് ലാമ്പ്സ് ആണ് വരുന്നത്. നമ്മുടെ സ്പീഡിനനുസരിച്ച് ഇൻറ്റൻസിറ്റി ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ് ആവുന്ന ഹെഡ്ലൈറ്റുകളാണ്. പിന്നെ DRLൻ്റെ ഓപ്ഷൻ ഉണ്ട്, ഓട്ടോമാറ്റിക് ഇടണമെങ്കിൽ ഓട്ടോമാറ്റിക്, ഓഫ് ആക്കണമെങ്കിൽ ഓഫ്. പിന്നെ ഹെഡ്ലൈറ്റ് ഓട്ടോമാറ്റിക്കും ഉണ്ട്, മാനുവലും ഉണ്ട്. അത് ഡൈനാമിക് ഹെഡ് ലാമ്പാണ്. നമുക്ക് ഹെഡ്ലൈറ്റ് ഓട്ടോമാറ്റിക് ഓൺ ആക്കാനും ഓഫ് ആക്കാനും സാധ്യമല്ല. ഈ സെൻസർ സെൻസ് ചെയ്യും രാത്രിയാണോ, അതായത് ലൈറ്റ് ഇൻറ്റൻസിറ്റി പുറത്ത് എത്രയുണ്ടെന്ന്, അതിനനുസരിച്ച് ഹെഡ്ലൈറ്റ് ഓഫ് ആവുകയും ചെയ്യും. സോ നമുക്ക് നട്ടുച്ച നേരത്ത് നമുക്ക് ഹെഡ്ലൈറ്റ് ഇട്ട് വണ്ടി ഓടിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന് പറ്റില്ല, അതിനുള്ളൊരു ഓപ്ഷൻ ഇല്ല. അല്ലെങ്കിൽ ഇവിടെ വല്ല ടേപ്പൊക്കെ ഒട്ടിച്ചേക്കണം. ഇതിപ്പോൾ ഞാൻ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെഡ്ലൈറ്റ് ഓൺ ആവും. പിന്നെ വരുന്നത് ഡിസ്പ്ലേ കൺട്രോളാണ്. ഡിസ്പ്ലേ കൺട്രോളിൽ നമുക്ക് ബ്രൈറ്റ്നസ്, ക്ലോക്ക്, ഡേറ്റ്, അങ്ങനെ ഉള്ള ഫീച്ചറുകളാണ്. നമുക്ക് കസ്റ്റം ചെയ്യാം, ഇതിലെ വിഡ്ജറ്റ്സ് നമുക്ക് കസ്റ്റം ചെയ്യാം. അതായത് ഈ കാണുന്ന ഓഡോമീറ്റർ, ആവറേജ് മൈലേജ്, ആവറേജ് സ്പീഡ്, റേഞ്ച് എന്ന് പറയുന്ന സാധനങ്ങൾ നമുക്ക് എന്ത് ഇൻഫർമേഷനാണോ കാണേണ്ടത് അതായിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടുന്ന് ഒരു ഡക്റ്റ് പോകുന്നുണ്ട്. ഇതാ ഈ പോകുന്ന സാധനം, ഇതിവിടെയാണ് എക്സിറ്റ് ചെയ്യുന്നത് താഴെ. അതായത് നമ്മുടെ റേഡിയേറ്ററിൽ നിന്നുള്ള ഹീറ്റ് എടുത്ത് അത് നമ്മളുടെ കാലിലേക്ക് അടിക്കുന്നതിന് പകരം TVS എന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു ഡക്റ്റ് വഴി അത് താഴത്തേക്ക് ബൈപ്പാസ് ചെയ്ത് വിട്ടിരിക്കുകയാണ്. അത് നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് എൻജിൻ ഹീറ്റ് സാധാരണയേക്കാളും കുറച്ച് താഴെയാണ് ഇരിക്കുന്നത്. പിന്നെ റിവേഴ്സ് ഇൻക്ലൈൻഡ് എൻജിനാണല്ലോ, അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ളൊരു ഹീറ്റ് നമുക്ക് നമ്മുടെ ലെഗിൻ്റെ ഭാഗത്തായിട്ട് ചെറുതായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. അത്രത്തോളം ഡിസ്റ്റർബിങ് അല്ല. പിന്നെ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ഷീൽഡ് വെച്ചിരിക്കുന്നത്. എക്സോസ്റ്റ് ബാക്ക് സൈഡിൽ കൂടെയാണല്ലോ പോകുന്നത്, അതായത് റിവേഴ്സ് ഇൻക്ലൈൻഡ് എൻജിൻ, അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്നാണ് എക്സോസ്റ്റ്, ഫ്രണ്ടിലാണ് ഇൻടേക്ക് വരുന്നത്. സോ ആ ഷീൽഡ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിയർ ഷോക്കിൻ്റെ ഡാമ്പിങ് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിന്നുള്ള ഹീറ്റ് കാരണം അതിൻ്റെ ഡാമ്പിങ്ങിനെ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഒരു ഹീറ്റ് ഷീൽഡ് TVS പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ വണ്ടിയുടെ ഹൈറ്റ് വരുന്നത്
810 mm ആണ്. വെയ്റ്റ് 174 kg. സോ പവർ ടു വെയ്റ്റ് റേഷ്യോ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒപ്റ്റിമൈസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പെർഫോമൻസ് ഈ വണ്ടിയിൽ നിന്ന് കിട്ടുന്നതും. ഇനി നമുക്ക് വണ്ടിയിലൊന്ന് ഇരുന്ന് നോക്കാം. കയറിയിരിക്കുന്ന സമയത്ത് എനിക്കിതാ ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ ഹൈറ്റ് 5'7" ആണ്. സോ എനിക്ക് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് ബൈക്ക് ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. പക്ഷേ അതിനു മുന്നേ എക്സോസ്റ്റ് നോട്ടൊന്ന് കേൾക്കാം. സോ എക്സോസ്റ്റ് നോട്ട് കേട്ടല്ലോ. എക്സോസ്റ്റ് നോട്ട് ലോവർ RPMത്തിൽ അത്ര അധികം ഇൻട്രസ്റ്റിംഗ് ഒന്നുമല്ല അതിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത്. പക്ഷേ ഹയർ RPMത്തിൽ, അതായത് നമ്മൾ ഹയർ RPMത്തിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് ക്വിക്ക് ഷിഫ്റ്റർ യൂസ് ചെയ്തുകൊണ്ട് നല്ല രസമുള്ള സൗണ്ടാണ്. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു അഡ്രിനാലിൻ റഷിന് ഒട്ടും നെഗറ്റീവ് അല്ലാതെ എഫക്റ്റ് ചെയ്യുന്ന ഒരു സൗണ്ടാണ്. അത് നമ്മൾ ക്വിക്ക് ഷിഫ്റ്റർ യൂസ് ചെയ്തുകൊണ്ട് ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്താണെങ്കിലും അതുപോലെ തന്നെ അപ്പ് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും കേൾക്കാൻ നല്ല രസമുള്ള ഒരു സൗണ്ടാണ് അതിൻ്റെ എക്സോസ്റ്റ് നോട്ടിൻ്റെ. ബട്ട് ലോവർ RPMത്തിൽ ഇത്തിരി ശോകമാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിന് വന്നിട്ടുള്ളത് ഒരു റിവേഴ്സ് ഇൻക്ലൈൻഡ് എഞ്ചിനാണെന്ന്. സാധാരണ വണ്ടികളിലുള്ള എഞ്ചിനുകൾ നേരെ ഫ്രണ്ടിലേക്കാണ് ഇൻക്ലൈൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതിൽ റിവേഴ്സ്ലി ഇൻക്ലൈൻഡ് ആണ്. സോ റിവേഴ്സ്ലി ഇൻക്ലൈൻഡ് ആയതുകൊണ്ട് തന്നെ എക്സോസ്റ്റ് ബാക്കിലാണ് വന്നിട്ടുള്ളത്, നേരത്തെ കാണിച്ചു തന്ന പോലെ. എയർ ഇൻടേക്ക് ഫ്രണ്ടിലും. സോ എയർ ഇൻടേക്ക് ഫ്രണ്ടിലായതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ എൻജിൻ ബ്രീത്തിങ് കിട്ടും. സോ എൻജിൻ ബ്രീത്തിങ് കിട്ടുന്ന സമയത്ത് നമ്മളുടെ വോളിയോമെട്രിക് എഫിഷ്യൻസി കൂടും. അതുകൊണ്ട് തന്നെ നമ്മുടെ ത്രോട്ടിൽ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്ന ത്രോട്ടിലാണ്. പിന്നെ മറ്റൊരു ഗുണം കൂടി നമ്മുടെ റിവേഴ്സ് ഇൻക്ലൈൻഡ് എൻജിനുള്ളത്, നമ്മളുടെ വീൽ ബേസ് ഷോർട്ടർ ആക്കിക്കൊണ്ട് തന്നെ നമുക്ക് സ്വിങ് ആം നോർമൽ ലെങ്ത്തിൽ, അതായത് അത്യാവശ്യം ലെങ്ത്തിൽ കിട്ടും. അതാണ് മറ്റൊരു ഗുണം. സോ ബേസിക്കലി നമ്മളുടെ സ്വിങ് ആമിൻ ലെങ്ത് കുറയ്ക്കാതെ തന്നെ വീൽ ബേസ് ഒന്നുകൂടെ ഷോർട്ടർ ആക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ വീൽ ബേസ് ഷോർട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസിലി ഫ്ലിക്കബിളാണ് വെഹിക്കിൾ. അതുപോലെ തന്നെ ലോങ്ങർ സ്വിങ് ആം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്റ്റെബിലിറ്റി ഉണ്ട് വെഹിക്കിളിന്. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് വെഹിക്കിൾ നല്ല രീതിയിൽ ഒപ്റ്റിമൈസ്ഡ് ആണ്. ഇതിൻ്റെ റൈഡിങ് എന്ന് പറയുന്നത് ഈസിലി ഫ്ലിക്കബിൾ ആയതുകൊണ്ട് തന്നെ ട്രാക്കിലെല്ലാം യൂസ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ വഴങ്ങി തരുന്നൊരു ബൈക്കാണിതെന്ന് വേണം പറയാനായിട്ട്. കാരണം 2 കോർണേഴ്സോ 3 കോർണേഴ്സോ എല്ലാം അടുപ്പിച്ച് വരുന്ന സമയത്ത് ഈ ബൈക്ക് ഒരു കോർണർ കഴിഞ്ഞ് രണ്ടാമത്തെ കോർണറിലേക്ക് ഈസിലി ഫ്ലിക്ക് ചെയ്ത് ഓടിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ലോങ്ങർ സ്വിങ് ആം ആയതുകൊണ്ട് തന്നെ നല്ല സ്റ്റെബിലിറ്റിയും കിട്ടുന്നതാണ്. ഞാനിപ്പോൾ ബൈക്കിലിരിക്കുന്നത് നല്ല രീതിയിൽ കംഫർട്ടബിളായിട്ടാണ്. അപ്രൈറ്റാണ് പോസ്ചർ, പക്ഷേ എന്നിരുന്നാലും ഒരു ചെറിയ സ്പോർട്ടിനെസ്സും ഉണ്ട്. മാത്രമല്ല കോർണർ ചെയ്യാനായിട്ട് നല്ല ആപ്റ്റ് പൊസിഷനാണ്. ടാങ്കിനെ ഇങ്ങനെ ഹഗ് ചെയ്തുകൊണ്ട് ഒരു കാലം കൊണ്ട് നമ്മൾക്ക് ഈസിലി കോർണർ ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ റിവേഴ്സ് ഇൻക്ലൈൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വൈബ്രേഷനാണ്. വൈബ്രേഷൻ അറിയാലോ, RR 310 RTR 310 എല്ലാം ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് വൈബ്രേഷൻ. സോ എനിക്ക് തോന്നുന്നു നമ്മൾ കേട്ടിട്ടുള്ള മെയിൻ കംപ്ലൈൻറ്റ് ഈ വണ്ടിയുടെ എന്ന് പറഞ്ഞാൽ ഈ വൈബ്രേഷൻ തന്നെയായിരിക്കും. പക്ഷേ ആ വൈബ്രേഷൻ എന്നൊരു സംഭവം ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ഈ ബൈക്ക് ഭയങ്കര സൂപ്പറാണ്. മാത്രമല്ല ഇത് ഞാൻ പറഞ്ഞല്ലോ റോഡിനും അതുപോലെ തന്നെ ട്രാക്കിനും വേണ്ടി ട്യൂൺ ചെയ്തിട്ടുള്ളൊരു ബൈക്കാണ്. ആ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുന്ന സമയത്ത്, ട്രാക്ക് എന്നൊരു പെർസ്പെക്റ്റീവ് വരുന്ന സമയത്ത് ഈ റിവേഴ്സ് ഇൻക്ലൈൻഡ് എൻജിൻ നല്ല രീതിയിൽ ഈ ബൈക്കിനെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഇലക്ട്രോണിക്സും. പിന്നെ മറ്റൊരു കാര്യം, ഈ ബൈക്കിൻ്റെ മെയിൻ കോമ്പറ്റീറ്റർ വരുന്നത് നമ്മളുടെ 390 ആണ്. സോ 390 വെച്ച് നോക്കുന്ന സമയത്ത് ഈ ബൈക്ക് പവർ കൊണ്ട് ഇച്ചിരി ബാക്കിലാണെങ്കിലും, അതായത് ഓൾമോസ്റ്റ് ഒരു 8 bhp ബാക്കിലാണെങ്കിലും നമുക്ക് ഫീച്ചർ വൈസ് ഇത് മുന്നിൽ തന്നെയാണ്. പിന്നെ അറിയാലോ 390 എന്ന് പറയുന്ന വണ്ടി വന്നിട്ട് ഓൾമോസ്റ്റ് കുറേ കാലമായി നമ്മുടെ നാട്ടിൽ മാത്രമല്ല 390 എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റ് തന്നെ അവർ ഇറക്കി തുടങ്ങിയിട്ട് KTM ഇറക്കി തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരുപാട് കാലമായി. എന്നാൽ നേരെ മറിച്ച് ഈ വണ്ടി വന്നിട്ടുള്ളത് ഈ അടുത്താണ്.
സോ അതിൻ്റേതായ കുറച്ച് ഗുണങ്ങളും അതുപോലെ തന്നെ പോരായ്മകളും ഈ വണ്ടിക്കുണ്ട്. മാത്രമല്ല ഇനി ഇപ്പോൾ ഇത് സെക്കൻഡ് ജനറേഷനാണ്, ഇനി തേർഡ് ജനറേഷൻ ആൻഡ് ഫോർത്ത് ജനറേഷൻ എല്ലാം എത്തുന്ന സമയത്ത് ടി വി എസ് ഇനി ഈ ബൈക്കുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ തേർഡ് ജനറേഷൻ ആൻഡ് ഫോർത്ത് ജനറേഷൻ എത്തുന്ന കാലത്ത് നല്ല രീതിയിൽ പെർഫോമൻസ് തരാൻ പോകുന്ന ഒരു ബൈക്കായിട്ട് തന്നെയാണ് ഇതെനിക്ക് തോന്നുന്നത്. സംഭവം 312cc എഞ്ചിനാണെങ്കിലും അതിൽ നിന്ന് വരുന്നുള്ള പവർ അതുപോലെയല്ല. ഇപ്പോൾ ഇതിൽ 5 മോഡ് ഞാൻ പറഞ്ഞല്ലോ. ഈ 5 മോഡുകളിൽ അർബൻ ആൻഡ് റെയിൻ എന്ന് പറയുന്നത് ലോവർ പവർ മോഡുകളാണ്. ലോവർ പവർ മോഡുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു 70-80 ഒക്കെ ആണ സമയത്ത് ബൈക്ക് കുറച്ച് സ്ട്രഗിൾ ആകുന്ന പോലെ തോന്നും നമുക്ക് ഒന്ന് RPM കയറാനായിട്ട്. പക്ഷെ ആ 70-80 എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റ് പവറാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒട്ടും ബിഗിനർ ഫ്രണ്ട്ലി അല്ലാത്തൊരു ബൈക്കാണ്. അതായത് ബിഗിനറായിട്ട് വരുന്ന ഒരാൾ ഈ ബൈക്കിന് മുകളിൽ കയറി കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് ഉറപ്പാണ്. ഒരു പരിധിവരെ ബൈക്കിൻ്റെ ഇലക്ട്രോണിക്സ് എല്ലാം അതിന് സമ്മതിക്കില്ല. എന്നിരുന്നാലും ആക്സിഡൻറ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ബിഗിനേഴ്സ് ഈ ബൈക്ക് നോക്കാതിരിക്കുക. പിന്നെ എങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഈ ബൈക്ക് സ്യൂട്ട് ആവുക എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ വളരെ അഗ്രസീവായി റൈഡിങ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അതുപോലെ തന്നെ ട്രാക്കിലെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ടൊരു വണ്ടി വേണം, മാത്രമല്ല ഡെയിലി യൂസിനാണെങ്കിൽ നിങ്ങൾക്കൊരു വണ്ടി വേണം, അങ്ങനെയുള്ള ആൾക്കാർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു വണ്ടി തന്നെയാണ്. ഡെഫിനറ്റ്ലി വാല്യൂ ഫോർ മണിയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ KTM-ന് 3 lakh plus ആണ് ഓൺ റോഡ് വരുന്നത്. പക്ഷേ ഈ ഒരു ബൈക്കിന്, അതായത് ഇപ്പോൾ ടോപ്പ് വേരിയൻ്റ് ആണ്, അത്യാവശ്യം ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും എന്ന് തന്നെ പറയാം. 6 axis IMU അതിനോടനുബന്ധിച്ചുള്ള ഫീച്ചറുകളും ഇല്ല, ഇപ്പോൾ അഡ്ജസ്റ്റബിൾ സസ്പെൻഷനും ഇല്ല. പക്ഷെ എന്നിരുന്നാലും ഇത് വാല്യൂ ഫോർ മണിയാണ്. ഇപ്പോൾ ഇതിന് ഓൺ റോഡ്, ഈ ടോപ്പ് മോഡലിനൊരു ഓൺ റോഡ് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 3,02,000 rupees സംതിങ് ആണ്. സോ അതായത് 3 lakh rupees അതാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. സോ അങ്ങനെ 398 കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓൾമോസ്റ്റ് 1 lakh 1.5 lakhൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട്. മാത്രമല്ല 390ൽ കിട്ടുന്ന എല്ലാ ഫണ്ടും ഇതിലും കിട്ടുന്നുണ്ട്. വളരെ ഫൺ ടു റൈഡ് മോട്ടോർ സൈക്കിളാണ്. പക്ഷേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, അഗ്രസീവ്നെസ് ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കണമെന്ന് മാത്രമല്ല നമ്മളൊരു ബൈക്ക് ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്യാരക്ടറും അതുപോലെ തന്നെ ബൈക്കിൻ്റെ ക്യാരക്ടറും, ബൈക്കിനൊരു ക്യാരക്ടറുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ നീഡ്സ് ഉണ്ട്. നമുക്ക് എന്തൊക്കെയാണ് ഒരു ബൈക്ക് വാങ്ങുക എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എന്തൊക്കെയാണ് ആ ബൈക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ, അതായത് ഡെയിലി കമ്മ്യൂട്ടാണോ, ഇനി കുറച്ച് ഓഫ് റോഡിങ്ങും ടൂറിങ്ങും ഡെയിലി കമ്മ്യൂട്ടാണോ, അതോ കുറച്ച് ഓഫ് റോഡിങ് ടൂറിങ്ങും മാത്രമാണോ, അതോ വീക്കെൻഡ് റൈഡിന് മാത്രമാണോ, അങ്ങനെ നമ്മുടെ നീഡ്സ്. സോ ആ നീഡ്സും ആ ബൈക്കിൻ്റെ ക്യാരക്ടറും അല്ലെങ്കിൽ ആ ബൈക്കിൻ്റെ പർപ്പസും തമ്മിൽ മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് ആ ബൈക്ക് ചൂസ് ചെയ്യുക, ആ ബൈക്ക് ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെട്ടാൽ ബുക്ക് ചെയ്യുക. സോ അങ്ങനെ ബൈക്ക് നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല. മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് ഒരിക്കലും നിങ്ങൾ ബൈക്ക് വാങ്ങരുത്. നിങ്ങൾ അനലൈസ് ചെയ്യുക നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ നീഡ്സ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ആ നീഡ്സ് ആ ബൈക്ക് മീറ്റ് ചെയ്യുന്നുണ്ടോ, എന്നിട്ട് ആ ബൈക്ക് പോവുക, ടെസ്റ്റ് റൈഡ് എടുത്ത് നോക്കുക, ഇഷ്ടപ്പെട്ടാൽ എടുക്കുക. മാക്സിമം സ്പീഡ് വണ്ടിയുടെ പേഴ്സണലി ഞാൻ അച്ചീവ് ചെയ്തിട്ടുള്ളത് 159 ആണ്. ഈ ബൈക്കിൽ കിട്ടുന്നൊരു മൈലേജ് എന്ന് പറയുന്നത് എനിക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത് ഒരു 25 to 27 ആണ് സിറ്റിക്കുള്ളിൽ. പക്ഷേ നമ്മളൊരു ഹൈവേയിൽ ക്രൂസ് മോഡൊക്കെ യൂസ് ചെയ്ത് ഒരു 80 to 100 ക്രൂസ് മോഡ് യൂസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കൊരു 30 to 35 എല്ലാം മൈലേജ് കിട്ടും. പക്ഷേ സിറ്റിക്കുള്ളിൽ ഒരിക്കലും ആ മൈലേജ് പ്രതീക്ഷിക്കരുത്. സിറ്റിക്കുള്ളിൽ ഒരു 25 to 30 പ്രതീക്ഷിച്ചാൽ മതി. നമ്മളുടെ റൈഡിങ് സ്റ്റൈൽ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും.
പിന്നെ വണ്ടിയുടെ ടാങ്ക് കപ്പാസിറ്റി 11 ലിറ്ററാണ്. അതൊരു പോരായ്മ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഡിസൈൻ എലമെൻ്റ് വെച്ച് നോക്കുമ്പോൾ, ഇതിൻ്റെ ഒരു ഡിസൈൻ സ്പെക്ക് വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു ഡിസൈനായിട്ട് ചേർന്ന് പോകുന്ന ടാങ്ക് നമ്മൾ ഡിസൈൻ ചെയ്തപ്പോൾ അതിൽ മാക്സിമം കൊള്ളാവുന്നത് 11 ലിറ്റർ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം 11 ലിറ്റർ. സോ 11 ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി. 11 ലിറ്ററിൽ നിങ്ങൾ നല്ല രീതിയിൽ ക്രൂസ് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈവേയിൽ കിട്ടുന്ന ടാങ്ക് റേഞ്ച് എന്ന് പറയുന്നത് ഒരു 300+ ആണ്. സോ 350-350ക്കുള്ളിൽ നിങ്ങൾ ടാങ്ക് ഫില്ല് ചെയ്യേണ്ടി വരും. സോ നമ്മളുടെ RTR 310 വിശേഷങ്ങൾ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു. സോ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ സംശയങ്ങളും, ഇനി ഞാൻ എന്തെങ്കിലും പോയിന്റുകൾ പറയാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ എഴുതി അറിയിക്കുക കമൻറ്റ് ബോക്സിൽ. അപ്പോൾ അടുത്തൊരു ബൈക്കുമായി നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടികൾ ഗംഭീരമാകും. സോ അടുത്ത ബൈക്കുമായി വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.